സാധാരണ ഗാർഡിൽ തുടങ്ങി LD ക്ലാർക്കായി, UD ക്ലാർക്കായി, അസിസ്റ്റൻ്റായി, സൂപ്രണ്ടായി, അങ്ങനെ പിന്നെ സീനിയർ സൂപ്രണ്ടായി, അങ്ങനെ ഡെപ്യൂട്ടി കമ്മീഷണർ വരെ ആയത് 30 വർഷക്കാലത്തെ പ്രവർത്തനം. 1995 മുതൽ 2025 വരെ എടുക്കുന്നൊരു 30-35 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് 30 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് മുരാരി ബാബു അപ്രമാദിത്വമുള്ളൊരു വലിയ ശക്തിയായി മാറിയെങ്കിൽ ആരുടെ പിൻബലം? ആരാണ് ഇതിൻ്റെ ബിനാമികൾ? വളരെ ഗൗരവതരമായ ചോദ്യമാണ്. ഇതിന് പൊളിറ്റിക്കൽ ബിനാമി ഉണ്ടോ? ബ്യൂറോക്രാറ്റിക് ബിനാമി ഉണ്ടോ? കാര്യം വിഷയം സ്വർണ്ണമാണ്, ദിവ്യത്വമുള്ള സ്വർണ്ണമാണ്, സാധാരണ സ്വർണ്ണമല്ല. ഈ കിട്ടിയിരിക്കുന്ന 400 ഗ്രാം സ്വർണം വേറെ സ്വർണ്ണമാണോ, അതോ ഇത് തന്നെയാണോ? 400 ഗ്രാം അവിടെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള വേറെ ഏതെങ്കിലും സ്വർണ്ണം ഉരുക്കിയത് എടുത്തുകൊണ്ട് വന്നതാണോ, അതോ ഇതേ ദിവ്യത്വമുള്ള സ്വർണം തന്നെയാണോ, അതോ ഈ ദിവ്യത്വമുള്ള സ്വർണത്തെ മോതിരമാക്കിയും മാലയാക്കിയും വളയാക്കിയും പല രൂപത്തിലേക്കാക്കി പൊട്ടാക്കിയും ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തി കോടികൾ ലക്ഷങ്ങൾ സമ്പാദിച്ചുവോ ആരെങ്കിലുമൊക്കെ? വലിയ ചോദ്യങ്ങളാണ് ശബരിമലയുടെ പിന്നിൽ നിൽക്കുന്നത്. അത് തണുക്കുന്നൊരു ചോദ്യമല്ല. BJP സംഘപരിവാർ സമരം ചെയ്യുന്നു, കോൺഗ്രസ് വിശ്വാസി സംഗമം നടത്തി, പന്തളത്ത് നടത്തി, 4 ജാഥ നടത്തി, അതെല്ലാം നടക്കുന്നു, വലിയ തോതിലാണ് നടക്കുന്നത്. പക്ഷെ അതെല്ലാം നടക്കുമ്പോഴും മാധ്യമങ്ങളൊക്കെ PM ശ്രീയുടെ പുറകിൽ പോയി CPI പിൻവലിക്കുമോ, CPIക്ക് എന്ത് സംഭവിക്കും, നാളെ CPIയുടെ യോഗം പുനഃപ്രവേലാർ ചേരുമ്പോൾ CPIയെ കൊണ്ട് പ്രകോപിപ്പിച്ച് പ്രകാശ് ബാബുവിനെയും ബിനോയ് വിശ്വത്തിൻ്റെയും അനിൽകുമാറിൻ്റെയും സുനിൽകുമാറിൻ്റെയൊക്കെ അനിലിൻ്റെയും GR അനിലിൻ്റെയും സുനിൽകുമാറിൻ്റെയൊക്കെ പുറകിൽ ചാനൽ നടക്കുകയാണ്. പക്ഷെ നടക്കുമ്പോൾ ശബരിമല മുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. മുങ്ങരുത്. ശബരിമല ഈ പറഞ്ഞ പോലെ മുരാരി ബാബുവിൽ തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്ന ആളിലെത്തി, അവിടെ ഗോവർദ്ധനിലുമെത്തി. അത് അടുത്ത തലങ്ങളിലേക്ക് വളരേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ തലം രാജ്യാന്തര തലത്തിലേക്കാണ്. നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. വിദേശ രാജ്യങ്ങളിലുള്ള വിദേശ മലയാളികൾക്കും മുതലാളിമാർക്കും സെലിബ്രിറ്റികൾക്കെല്ലാം ഈ സ്വർണത്തിൻ്റെ അംശം പോയിട്ടുണ്ടോ? കാരണം അത് ദിവ്യത്വമുള്ള സ്വർണമായതുകൊണ്ടാണ്. ചെമ്പായി സ്വർണമായിരുന്ന പാളിയെ ചെമ്പാക്കി എഴുതി കൊടുത്തു എന്ന് തന്നെയാണ് രേഖകൾ പറയുന്നത്.